പുതിയായിനേ ഒരു ഗ്രാമത്തിൽ ഒരു ധനുമാസത്തിൻ കുളിരും രാവിൽ രാപ്പാർത്തിരുന്നു രജപാലകർ ദേവനാദം കേട്ടു ആമോദരായി വർണ്ണരാജികൾ വിടരും വാനിൽ വെള്ളിമേഘങ്ങൾ ഒഴുകും രാവിൽ താരക രാജകുമാരിയോടൊത്തന്ന് തിങ്കൾ കലപാടി ഗ്ലോറിയ അന്ന് തിങ്കൾ കലപാടി ഗ്ലോറിയ. ഇപ്പം ഈ ഒരു ക്രിസ്മസ് ദിനത്തിൽ ഏറ്റവും സുന്ദരമായിട്ടുള്ള ഒരു പാട്ടുകളിലൂടെ നമ്മുടെയൊക്കെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ക്രിസ്മസ് സോങ്ങിലൂടെ മീഡിയ വൺ പ്രേക്ഷകർക്ക് ഒരു തുടക്കം നൽകിയതിന് നന്ദി പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാം. അപ്പം നമ്മുടെ ഒപ്പം ഉള്ളത് നീ ഹിമമഴയായും വാതിൽക്കൽ വെള്ളരിപ്രാവൊക്കെ ആയിട്ട് നമ്മൾ ഒരുപാട് സന്തോഷിപ്പിക്കുന്ന വീണ്ടും വീണ്ടും കേൾക്കാൻ ആഗ്രഹിക്കുന്ന പാട്ടുകളിലൂടെ ഹിറ്റായിട്ടുള്ള നിത്യാമാമനും പിന്നെ ജിയോ ബേബിയോടൊപ്പം ഇങ്ങനെ കൂടെ നടന്ന് എല്ലാ സിനിമകളിലും സംഗീതം ചെയ്ത് ഒടുവിൽ കാതൽ വരെ എത്തി നിൽക്കുന്ന മാത്യു പുളിക്കനുമാണ്. അപ്പം രണ്ടുപേർക്കും സ്വാഗതം. ഇപ്പം നമ്മൾ ക്രിസ്മസ് ദിനത്തിൽ അതിൻ്റെ ഒരു സന്തോഷത്തിലൊക്കെയാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ രണ്ടുപേരുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ക്രിസ്മസ് മെമ്മറി ഒക്കെ എന്തായിരിക്കും? കരോത്സംഗത്തിൻ്റെ ഒക്കെ ഇപ്പോൾ പോകാറുണ്ട്? തീർച്ചയായിട്ടും. കാരണം ഞാനൊക്കെ ആദ്യം മ്യൂസിക് അങ്ങനെ ചെറുപ്പം തൊട്ട് അങ്ങനെ പഠിച്ചിട്ടില്ലെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ പാടിയിട്ടുള്ളത് പള്ളിയിലൊക്കെയാണ്. അപ്പോൾ കൊയറിലാണ് പാടിയിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു മ്യൂസിക് ഫൗണ്ടേഷൻ തന്നെ ചേർച്ച് കൊയർ സിംഗിങ് തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ക്രിസ്മസ് എന്ന് പറയുമ്പോൾ തന്നെ ക്രിസ്മസ് ക്യാരോൾസ് പാടുക, ഓരോരോ വീട്ടുകളിൽ പോവുക, പാടുക, മധുരമൊക്കെ മേടിക്കുക, കേക്ക് മേടിക്കുക, ഇതൊക്കെയാണ് മെയിൻ പരിപാടി. പിന്നെ ക്രിസ്മസ് എന്നൊക്കെ പറഞ്ഞാൽ അപ്പം തന്നെ നമ്മുടെ വീട് ഓർമ്മ വരുന്നത്. അതായത് എൻ്റെ പേരൻസ് എവിടെയാവോ അതാണ് നമ്മുടെ വീട്. അപ്പം നാട്ടിലാണെങ്കിൽ പോലും നമ്മൾ ക്രിസ്മസ് എപ്പോഴും പേരൻസിൻ്റെ കൂടെ ആഘോഷിക്കുക, ക്രിസ്മസ് ട്രീ ഇടുക. പിന്നെ പേരൻസ് എന്ന് പറഞ്ഞാൽ അവർ കേക്കൊക്കെ ഉണ്ടാക്കും. അപ്പോൾ അതിന് കൂട്ടത്തിലിങ്ങനെ കൂടുക. മാത്യുവിന് എങ്ങനെയായിരുന്നു ക്രിസ്മസ് ടൈം ഒക്കെ? എൻ്റെ ക്രിസ്മസ് കൂടുതലും ഞാൻ കസിൻസിൻ്റെ കൂടെയായിരുന്നു. ഫുൾ ആഘോഷം ആ ഒരു മോഡായിരുന്നു. ക്രിസ്മസ് 10 ദിവസം, ക്രിസ്മസിൻ്റെ അവധി തുടങ്ങുന്നു, എല്ലാവരും കസിൻസ് എല്ലാവരും കൂടെ വരുന്നു, ബ്ലാസ്റ്റ്. ഇപ്പം നിത്യയുടെ ഒരു തുടക്കം എന്ന് പറയുന്നതിന് ഇപ്പം നീ ഹിമമഴയിൽ നിന്നുള്ള പാട്ട് വളരെ ഹിറ്റാവുന്നു, എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു പാട്ടായി തീർന്നു. പിന്നെ വാതിൽക്കൽ വെള്ളരിപ്രാവാണെങ്കിൽ രണ്ടാമത്തെ പാട്ടിലൂടെ തന്നെ സംസ്ഥാന പുരസ്കാരം തേടിയെത്തുകയാണ്. അങ്ങനെ ഒരു തുടക്കം കിട്ടിയപ്പം ആ സമയത്ത് എങ്ങനെയാണ് അത്രയും വലിയ അംഗീകാരങ്ങളും സന്തോഷങ്ങളൊക്കെ സ്വീകരിച്ചതൊക്കെ? ഗോഡ്സ് ഗ്രേസ്. കാരണം ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു പ്ലേ ബാക്ക് സിംഗർ ആവണമെന്ന്. ചെറുപ്പം തൊട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു. ആൻഡ് അഫ്കോഴ്സ് അങ്ങനത്തെ ഒരു ബാക്ക്ഗ്രൗണ്ട് വരുന്നില്ല. പക്ഷെ എന്നാലും ഇങ്ങനെ കവേഴ്സും പാടി, പിന്നെ വോയിസ് ഡെമോസ് അയച്ച് അങ്ങനെ കുറേ ട്രാക്ക് ഇങ്ങനെ പാടി, പിന്നെ ട്രയൽ ഇങ്ങനെ പാടി നീ ഹിമമഴ ഒരു ട്രാക്ക് പാടിയതാണ്. അപ്പോൾ എങ്ങനെയോ അത് ഐ ഷുഡ് സ്റ്റിൽ ബി താങ്ക്ഫുൾ സാൻഡ്ര തോമസ്, പിന്നെ മ്യൂസിക് ഡയറക്ടർ കൈലാസ് മേനൻ, വരികൾ ഇത് ഹരിനാരായൺ ചേട്ടൻ. ആൻഡ് എൻ്റെ ഫസ്റ്റ് പ്ലേ ബാക്ക് തന്നെ ഹരിശങ്കറിനൊപ്പം പാടാൻ പറ്റിയപ്പോൾ അതൊക്കെ ഒരു ഡ്രീം കം ട്രൂ മൂമെൻറ്റ് തന്നെയാണ്. ആൻഡ് ഓഫ്കോഴ്സ് ആ ഒരു പാട്ടാണ്, ആ പാട്ട് അത്ര മനോഹരമായൊരു കോമ്പോസിഷനായിരുന്നു. പിന്നെ അതെല്ലാവരും ഏറ്റെടുത്തു, അതുകൊണ്ടാണ്. ഇപ്പം കാതലാണ് ഇപ്പോൾ ഈ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സിനിമ. അപ്പം ആ സിനിമയുടെ ഭാഗമായിട്ടുള്ള അതിനിപ്പോൾ ആ സിനിമ തുടങ്ങുന്നത് തന്നെ ടൈറ്റിൽ എഴുതുമ്പോൾ തൊട്ട് തന്നെ മാത്യുവിൻ്റെ മ്യൂസിക്കാണ്. വളരെ സൂത്തിങ് ആയിട്ടുള്ള, വളരെ പതുക്കെ അങ്ങനെ വരുന്നത്. അപ്പോൾ നമുക്കത് ആ സിനിമയിലേക്ക് നമ്മളെ അങ്ങ് ഇന്നിപ്പിക്കാൻ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ആ ഒരു തുടക്കത്തിലുള്ളത്. പിന്നെ അവസാനം ഇപ്പം നീയാണെന്ന ആകാശം എന്നുള്ളൊരു പാട്ട് എല്ലാവരും ഭയങ്കരമായിട്ട് ഏറ്റെടുത്തിട്ടുണ്ട്. സോ ഈ കാതലിൻ്റെ ഒരു മ്യൂസിക്കൽ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയായിരുന്നു? നിങ്ങൾ ഒരുപാട് ആലോചിച്ചിട്ടാണോ ഇതിനിങ്ങനെ വളരെ മിനിമലായിട്ട് ഇങ്ങനൊരു ത്രൂ ഔട്ട് അത് പിടിച്ചാൽ മതി എന്നൊക്കെ ആലോചിക്കുന്നത്? അങ്ങനെയല്ല, ഇപ്പൊ ജിയോ ചാനലിന്റെ സിനിമകളാണല്ലോ ഞാൻ ചെയ്തിട്ടുള്ളൂ. അപ്പം ഇപ്പൊ നമ്മൾ 2 പെൺകുട്ടികൾ എന്ന് പറയുന്ന സിനിമയായിരുന്നു ഫസ്റ്റ് ചെയ്തത്. ആ സമയത്ത് അതെ, അത് കഴിഞ്ഞ് കുഞ്ഞുദൈവം കഴിഞ്ഞിട്ട് അങ്ങനെ കുറച്ച് സിനിമകൾ, പിന്നെ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ, അങ്ങനെ. അപ്പം ഈ സിനിമകളെല്ലാം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് അധികം മ്യൂസിക് ഒന്നും ഇല്ല. ഈ 2 പെൺകുട്ടികളിനകത്തൊക്കെ എനിക്ക് തോന്നുന്നു ഒരു ഇന്റർവെൽ വരെ മ്യൂസിക് ഉണ്ടോയെന്ന് തന്നെ എനിക്ക് ഡൗട്ടുണ്ട്, ഇല്ലെന്ന് തോന്നുന്നു. അപ്പം മ്യൂസിക് എപ്പോഴും മിനിമലായിട്ട് വെക്കാറുള്ളൂ. പക്ഷേ ഈ പറയുന്ന സിനിമകൾക്കൊന്നും കിട്ടാത്തൊരു വിസിബിലിറ്റി കാതലിന് കിട്ടിയിട്ടുണ്ട്. മാത്രമല്ല, കാതൽ എന്ന് പറയുമ്പോൾ ഇച്ചിരി കൂടി നമുക്ക് ടെക്നിക്കലി ഒക്കെ എക്സ്പ്ലോർ ചെയ്യാനുള്ളൊരു സ്പേസ് ഉണ്ടായിരുന്നു.
എല്ലാ ഇതിലും ഇപ്പം ബഡ്ജറ്റ് പരമായിട്ടും എല്ലാം ഡിപ്പെൻഡ് ചെയ്യുമല്ലോ. ബാക്കിയുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓരോ ഇൻഡിപെൻഡൻറ്റ് പ്രൊഡക്ഷൻ എന്നൊക്കെയുള്ള ഒരു ആസ്പെക്റ്റിലേ പറയാൻ പറ്റത്തുള്ളൂ. അപ്പം കാതലിനെ സംബന്ധിച്ചിടത്തോളം കാതൽ സിനിമ കണ്ടു കഴിഞ്ഞപ്പം ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അതായത് ഇതിനകത്ത് മമ്മൂട്ടി ഇങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യുന്നു, അപ്പം അത് നമ്മൾ ഇത് എങ്ങനെ ഇത് കൊണ്ട് എത്തിക്കുന്നത് എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ. പിന്നെ ജിയോ ചേട്ടൻ അധികം മ്യൂസിക് ഒന്നും ഇഷ്ടമില്ല. അത് എന്ന് വെച്ചാൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ അധികം സ്ഥലത്ത് വരുന്ന ഇഷ്ടമല്ല. ഞാൻ ഇത്രയും കുറച്ച് ചെയ്തിട്ട് 2-3 സ്ഥലത്ത് നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് ബാക്ക്ഗ്രൗണ്ട് സ്കോർ, ഇത്രയും മിനിമലാക്കി വെച്ചിട്ടും. അപ്പം അത് അതായത് ഒത്തിരി പ്ലാനിങ് അല്ല, ബേസിക്കലി നമ്മൾ ഭയങ്കര മിനിമലായിട്ട് മതി എന്നുള്ളൊരു ഇതിലാണ് ചെയ്തത്. അപ്പം വേണ്ട സ്ഥലത്ത് മാത്രമാണ് മ്യൂസിക് ചെയ്തിട്ടുള്ളതെന്ന് തോന്നുന്നു. അല്ലാതെ എനിക്ക് തോന്നുന്നു മൊത്തത്തിൽ 2 സ്ഥലത്ത് നിന്ന് ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഒഴിവാക്കിയിട്ടുള്ളൂ നമ്മൾ ചെയ്തതിനകത്തുനിന്ന്. നീയാണെന്ന ആകാശത്തിൻ്റെ ഒരു 2 വരും എങ്ങാനും പടവര. കൺമുന്നിൽ കാണും ദൂരങ്ങളിൽ കാണാതെ പോകുന്നുള്ളകങ്ങൾ, തോരാതെ പെയ്യും നേരങ്ങളിൽ കേൾക്കാതെ പോകും നൊമ്പരങ്ങൾ. നീയാണെന്നാകാശം നോവുമ്പോഴും ആത്മാവിനാനന്ദം തൂവുമ്പോഴും. താങ്ക് യു. ഞാൻ തിയേറ്ററിൽ പോയപ്പോൾ ഞാൻ രാവിലത്തെ ഒരു ഷോനാണ് പോയത്. ഡൂലുവിൽ രാവിലെ ഒരു 9:40 ഒരു ഷോന്. അപ്പോൾ ഞാൻ വിചാരിച്ചു അധികം ആൾക്കാരുണ്ടാവില്ല, രാവിലെ പോകാമല്ലോ എന്ന് വെച്ച്. ഇറ്റ്സ് പാക്ഡ് ആൻഡ് എല്ലാവരും പിൻ ഡ്രോപ്പ് സൈലൻസ് ആയിരുന്നു. കാരണം ആ ഒരു ഇമ്പാക്റ്റ്, അതായത് മൂവി കഴിഞ്ഞിട്ടും ആരും എണീറ്റ് പോകുന്നില്ല, എല്ലാവരും അത്രയ്ക്ക് സ്റ്റണ്ടായിരുന്നു. ആൻഡ് ഒരു ഹ്യൂജ് റോളുണ്ട് മാത്യൂസിൻ്റെ. ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറും അത്രയ്ക്ക് മനോഹരമായിട്ടാണ് ചെയ്തേക്കുന്നത്. സന്തോഷം. ഈ പാട്ട് കേട്ടോണ്ടാണെന്ന് അറിയില്ല, നിത്യയുടെ ഒരു പാട്ടും കൂടെ കേൾക്കാൻ ഒരു ആഗ്രഹം. എന്തായാലും ഇവിടെ മ്യൂസിക് ഡയറക്ടർ വരെ പാടി സ്ഥിതിക്ക് ഇനി പാട്ടുകാരി ഒരു പാട്ട് പാടുന്നുണ്ട്. ഞാൻ അധികം പാടാത്തത് കാരണം ചെറിയൊരു കോൾഡുണ്ട്. പക്ഷെ ഏതാണ് കേൾക്കുന്നത്? എനിക്ക് വാതിക്കൽ വെള്ളരിപ്രാവ് ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടാണ്. വാതിക്കല് വെള്ളരിപ്രാവ് വാക്ക് കൊണ്ട് മുട്ടണ് കേട്ട് തുള്ളിയാമെന്നുള്ളില് വന്ന് നീയാം കടല് പ്രിയനേ നീയാം കടല്. വാതിക്കല് വെള്ളരിപ്രാവ് വാക്ക് കൊണ്ട് മുട്ടണ കേട്ട്. താങ്ക് യു. ഇപ്പം ചെറുപ്പത്തിലധികം അങ്ങനെ മ്യൂസിക് പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞല്ലോ. ഇപ്പം ഹിന്ദുസ്ഥാനി മ്യൂസിക് ആണോ? ഞാനതിങ്ങനെ ഇൻസ്റ്റഗ്രാമിലൊക്കെ നോക്കിയപ്പോൾ കണ്ടതാണ്. ഹിന്ദുസ്ഥാനി മ്യൂസിക് ആണോ പ്രധാനമായിട്ട് ഇപ്പം ലൈക്ക് അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്? എൻ്റെ സാറിൻ്റെ പേര് ബേണി ഇഗ്നീഷ്യസ്, മ്യൂസിക് ഡയറക്ടർ ഡുവലും ബേണി സാറിൻ്റെ അടുത്താണ് പഠിക്കുന്നത്. അപ്പം എത്ര നാളായിട്ടുണ്ടാവും ഇപ്പോൾ ഹിന്ദുസ്ഥാനി? ഞാനിപ്പോൾ ഒരു സാറിൻ്റെ അടുത്ത് പഠിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 2.5-3 വർഷമാകുന്നു. ഓക്കെ. എന്താണ് ആ മ്യൂസിക് ആ ഒരു ഓണർ തന്നെ തിരഞ്ഞെടുക്കാനൊക്കെ ഉള്ളൊരു കാരണം? പഠിക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടമാണോ? ഇഷ്ടമായിരുന്നു. അഫ്കോഴ്സ് കർണാട്ടിക് മ്യൂസിക്കും ഒരുപാട് കേൾക്കാറുണ്ട്, പക്ഷേ ഹിന്ദുസ്ഥാനി പഠിക്കാൻ ആഗ്രഹമായിട്ട്. ഇപ്പം മാത്യുവിൻ്റെ നമ്മൾ വളരെ കുറച്ച് ഇൻഫർമേഷൻസ് ആണ് മാത്യുവിനെ പറ്റി നമുക്ക് തിരഞ്ഞാൽ കിട്ടുന്നുള്ളൂ. ആകെ ഒരു ഇൻസ്റ്റഗ്രാം പേജ് കാണാൻ പറ്റി. പിന്നെ ഇപ്പം കാതൽ എന്ന് പറയുന്ന സിനിമയാണെങ്കിൽ ഇപ്പോൾ അതിന് മുൻപ് ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചണിൽ ഇപ്പോൾ ഒരു കൂടം ആ സോങ് ഒക്കെ അത്രയും ഹിറ്റായിരുന്നു, സിനിമ ഹിറ്റായിരുന്നു. ആ സമയത്ത് മ്യൂസിക് ഡയറക്ടേഴ്സ് പൊതുവെ ഇപ്പം കുറച്ചുകൂടെ പുറത്തൊക്കെ നമുക്ക് കാണാൻ കഴിയും, അവരുടെ ഇൻ്റർവ്യൂസ് വരും, അല്ലെങ്കിൽ അവരുടെ ഷോസ് ഉണ്ടാവും. പക്ഷെ അങ്ങനെ മാത്യുവിന് അങ്ങനെ ഒന്നും കാണാൻ കിട്ടുന്നില്ല. നമുക്ക് ഇൻസ്റ്റഗ്രാമിൽ നോക്കിയാൽ ഒരുപാട് കെനിയയിൽ നിന്നും അതായിരുന്നു സത്യം. അതെനിക്ക് തോന്നുന്നില്ല, പലരും അന്വേഷിക്കുന്നുണ്ട്. ഒരു പിടികിട്ടാ പുള്ളിയായിട്ട് ഇങ്ങനെ കാണാൻ കിട്ടാത്തതിന്റെ പ്രശ്നമാണ് അത്. ഇന്റർവ്യൂവിലും പുറത്തൊന്നും കാണാൻ കിട്ടുന്നില്ലെങ്കിൽ കൃത്യമായിട്ട് ജിയോ ബേബിയുടെ എല്ലാ സിനിമയുടെ സമയത്തും മാത്യു അവിടെ എത്തുന്നുണ്ട്, മ്യൂസിക് നന്നായി ചെയ്യുന്നുണ്ട്. അപ്പൊ എങ്ങനെയാണ് ജിയോ ബേബി ആയിട്ട് തന്നെ കൊളാബറേറ്റ് ചെയ്ത് ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്? ബാക്കി ആളുകളുടെ ഒപ്പം അല്ലെങ്കിൽ അത്തരം സിനിമകളിലൊക്കെ മാത്യുവിനെ കാണുന്ന പ്രേക്ഷകർക്കൊക്കെ ഒരു ആഗ്രഹം ഉണ്ടാവില്ലേ? ജിയോയുടെ ഉത്തരവാദിത്വം തോന്നുന്നു എന്നെ കൊണ്ട് മ്യൂസിക് ചെയ്യിപ്പിക്കുന്നത്. അതായത് എനിക്ക് ജിയോ ചേട്ടനെ ഞാൻ പരിചയപ്പെടുന്നത് ഞാൻ ഒരു 8ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴായിരിക്കും. എൻ്റെ ഒരു ഫാമിലി ഫ്രണ്ട് ഉണ്ട്. അപ്പം നമുക്ക് ഈ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ നമ്മളിങ്ങനെ സിനിമ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ്
നടക്കൂലോ. അപ്പം ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടെ ഞങ്ങൾ സിനിമയ്ക്ക് പേരുണ്ടാക്കുന്നു, മറ്റേ PPT ഉണ്ടാക്കുന്നു. അപ്പോൾ ആ സമയത്ത് ഇത് വളരെ സീരിയസ് ആയിട്ട് കാണുന്ന ഒരു സംഭവമാണ് സിനിമ ചെയ്യണം എന്നുള്ളത്. അപ്പം എനിക്ക് അന്ന് പരിചയമുള്ളത് എൻ്റെ ഒരു ഫാമിലി ഫ്രണ്ട് ഉണ്ട്, നോബിൻ എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഈ നോബിൻ ചേട്ടൻ അഡ്വർടൈസിങ്ങിൽ വർക്ക് ചെയ്യുന്നുണ്ട് ബാംഗ്ലൂർ. അപ്പം ഈ നോബിൻ ചേട്ടൻ്റെ അവിടെ വലിയൊരു പാറക്കുളമുണ്ട്. അപ്പം നമ്മളവിടെ നീന്താൻ പോകും. അപ്പം ആ സമയത്ത് ഞാൻ നോബിൻ ചേട്ടൻ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞു. ഞാൻ നോബിൻ ചേട്ടനോട് പറയുന്നു എനിക്കിങ്ങനെ സിനിമ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ആ സമയത്ത് എനിക്ക് നോബിൻ ചേട്ടനെ അറിയാം അവിടെ മുതൽ. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ബോർഡിംഗ് സ്കൂളിലായിരുന്നു. അപ്പോൾ ബോർഡിംഗ് സ്കൂളിൽ വെച്ചിട്ട് അവിടെ നമ്മുടെ സീനിയേഴ്സൊക്കെ ഈ പാട്ടുണ്ടാക്കുന്നുണ്ട്, ഇവർ കമ്പോസ് ചെയ്യുന്നു. അപ്പോൾ ഇതൊക്കെ എങ്ങനെ ചെയ്യുന്നതെന്നൊക്കെ ഉള്ളൊരു ഇതുണ്ടല്ലോ, ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് വൈശാഖ് എന്ന് പറഞ്ഞ് എനിക്കൊരു ലിറിക്സ് എഴുതി തന്നു. അങ്ങനെ നമ്മൾ പാട്ടുണ്ടാക്കാൻ വേണ്ടി ഇരിക്കുക. അപ്പോഴാണ് ഇവൻ ലിറിക്സ് എഴുതി തരുന്നത്. അതെനിക്ക് തോന്നുന്നു ഒരു ബർത്ത്ഡേക്ക് എനിക്ക് തന്നെ, എൻ്റെ ബർത്ത്ഡേക്ക് തന്നു. അങ്ങനെ ഒരു പാട്ടുണ്ടാക്കുന്നു. അപ്പോൾ പാട്ടുണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെയും നോബിൻ ചേട്ടനെ വിളിക്കുന്നത്. നോബിൻ ചേട്ടൻ ഇങ്ങനെ ഞാൻ പാട്ടുണ്ടാക്കിയിട്ടുണ്ട്, ഇതെങ്ങനെ. അപ്പോൾ എനിക്കറിയത്തില്ല ഈ പ്രോഗ്രാമിങ് എന്താണെന്നോ ഇതൊന്നും എനിക്കറിയത്തില്ല. അപ്പം നോബിൻ ചേട്ടനെ വിളിക്കുന്നു. അപ്പം നോബിൻ ചേട്ടൻ പറയുന്നു ഓക്കെ ഞാൻ നിനക്ക് ജിയോനെ പരിചയപ്പെടുത്തി തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ ജിയോ ബേബിനെ അങ്ങനെയാണ് മീറ്റ് ചെയ്യുന്നത്. ജിയോ ചേട്ടനെ മീറ്റ് ചെയ്യുന്ന ഒരു പള്ളിയുടെ ഫ്രണ്ട് വെച്ചിട്ട് കേട്ടോ, ഞങ്ങളുടെ അവിടുത്തെ ഒരു പള്ളിയുടെ ഫ്രണ്ടിൽ. അങ്ങനെ ജിയോ ചേട്ടനെ മീറ്റ് ചെയ്യുന്നു. ഞാൻ പാട്ടൊക്കെ പാടി കേൾപ്പിക്കുക, എൻ്റെ കയ്യിലുള്ള ഐറ്റങ്ങളൊക്കെ ഞാൻ പാടി കേൾപ്പിക്കുന്നു. അപ്പോൾ ജിയോ ചേട്ടൻ ഓൾറെഡി അന്ന് മ്യൂസിക്കാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ജിയോ ചേട്ടൻ പറഞ്ഞ് നാളെ എനിക്ക് റെക്കോർഡിംഗ് ഉണ്ട് എറണാകുളത്ത്, അതിന് വരുന്നോന്ന് ചോദിച്ചു. അപ്പോൾ ഞാനിതൊന്നും കണ്ടിട്ടില്ല, ഞാൻ ആ സമയത്ത് ജസ്റ്റ് 10th കഴിഞ്ഞേ ഉള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ ഞാനും വരുമെന്ന് പറയുന്നു. അങ്ങനെ അന്ന് മുതൽ എന്നെ കൊണ്ട് നടക്കാൻ തുടങ്ങിയതാണ്. അങ്ങനെ ജിയോ ചേട്ടൻ അത് കഴിഞ്ഞ് പിന്നെ എന്നെ കുറേ പിന്നെ ഞങ്ങളൊരു പോയിന്റിൽ പിന്നെ ഞാൻ ആ പാട്ടൊക്കെ ചെയ്തായിരുന്നു. ആ പാട്ട് ചെയ്തു. അത് കഴിഞ്ഞ് ജിയോ ചേട്ടനാണ് അതിൻ്റെ വീഡിയോ ഡയറക്റ്റ് ചെയ്തത്. ഒരു ആൽബം പോലെ ഇറക്കിയായിരുന്നു. അത് കഴിഞ്ഞൊരു എനിക്ക് തോന്നുന്നു 11th വെച്ചിട്ട്. പിന്നെ ഞാൻ ജിയോ ചേട്ടൻ്റെ തന്നെ ഒരു ആഡ് ഫിലിം ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാനും ജിയോ ചേട്ടനും കൂടെ മ്യൂസിക് ചെയ്യാൻ തുടങ്ങി. കുറച്ച് നാൾ ഏകദേശം ഒരു 2-3 വർഷം. ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ LLB പഠിച്ചത്. അപ്പോൾ അതിൻ്റെ ഞാൻ LLB പഠിച്ച സമയത്ത് അപ്പം ഒരു 3rd year ഒക്കെ ആയപ്പോഴത്തേനും ഇങ്ങനെ ഒരു പ്രോജക്റ്റ് വന്നിട്ട് അപ്പോൾ ജിയോ ചേട്ടൻ പറഞ്ഞു വന്ന ഒരു കാര്യം ചെയ്യാം, തമ്പിയും കൂടെ വാ നമുക്ക് ഒരുമിച്ച് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ആ സമയത്ത് കുറേ സാധനം ഒരുമിച്ച് ചെയ്തായിരുന്നു. പിന്നെ ഈ 2 പെൺകുട്ടികളൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെയാണ് ജിയോ ചേട്ടൻ ഇനി മ്യൂസിക് ചെയ്യുന്നില്ല അങ്ങനെ പോയത്. പിന്നെ ആ ഒരു സമയത്തൊക്കെ നമ്മൾ എപ്പോഴും ഇൻട്രാക്ഷൻസും ഒരുമിച്ചുണ്ടായിരുന്നു. അപ്പം കുറേ വർഷമായില്ലേ കൂടെ, അപ്പം എന്തെങ്കിലുമൊക്കെ പ്രയോജനം ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കും എന്നെ ഇങ്ങനെ ഞാനും രക്ഷപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കും. അതെല്ലാം തോന്നുന്നു ഇപ്പം പല പക്ക ടാലന്റ് കണ്ടിട്ട് തന്നെയാ വരുന്നുണ്ടാവുക. അപ്പൊ തമ്പി എന്നാണോ വിളിക്കുന്നത്? തമ്പി എന്നാ വിളിക്കുന്നത്. ഓക്കെ ഓക്കെ. അപ്പം തമ്പി എന്ന് പറഞ്ഞാൽ മറ്റേ തമിഴിലെ അനിയാണോ? അതെ അതെ അതെ. ഓ ഞാൻ വീട്ടിൽ വിളിക്കുന്ന പേര് അല്ലല്ല, തമിഴ് തമ്പിയാണ്. ഓക്കെ. ഇപ്പം നിത്യ പ്ലേ ബാക്ക് സിംഗിങ്ങിലുണ്ട്, ഷോസിലുണ്ട്, റിയാലിറ്റി ഷോസിലും പങ്കെടുക്കുന്നുണ്ട്. ഇപ്പം അല്ലെങ്കിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഇപ്പം മ്യൂസിക് വീഡിയോ ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പം ഈ എല്ലാ ഫീൽഡിലും ഒരുമിച്ച് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് എന്താണ് ഇതിനകത്ത് നിന്നൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു പേര്? പ്ലേ ബാക്ക് സിംഗിങ് ആയിരുന്നല്ലോ ചെറുപ്പത്തിൽ ഇഷ്ടം. ഇപ്പോഴും അവിടെ തന്നെയാണോ അതല്ലെങ്കിൽ ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക് ആയിട്ട് അങ്ങനെ പോകുന്നുണ്ടോ? സിനിമയുടെ അപ്പുറത്തേക്കുള്ള ഒരു മ്യൂസിക് ഒരു അങ്ങനത്തെ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടോ? പ്ലേ ബാക്ക് സിംഗർ ആവണമെന്ന് പറഞ്ഞു, പക്ഷേ അദ്ദേഹത്തിന് നല്ലൊരു മ്യൂസിഷ്യൻ നല്ലൊരു സിംഗർ ആവണം എന്നാണ്. അപ്പം അതിൽ പ്ലേ ബാക്ക് സിംഗിങ് ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക് അങ്ങനെ ഒരു വേർതിരിവിൻ്റെ ആക്ച്വലി ആവശ്യമില്ല. ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക് എന്നാലും കുറച്ച് മ്യൂസിക് വീഡിയോസൊക്കെ ഇപ്പോൾ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ പോന്നു. മ്യൂസിക് വീഡിയോസ് കുറച്ച് നമ്മുടെ സ്വന്തമായിട്ടുള്ള ക്രിയേഷൻസും പിന്നെ ഇപ്പോൾ റീസെൻ്റ്ലി മരുന്നേനുണ്ണി എന്ന് പറഞ്ഞിട്ടൊരു തമിഴ് ഒരു മ്യൂസിക് വീഡിയോ ചെയ്തു. അപ്പോൾ അതിൻ്റെ മ്യൂസിക് DJ അഗ്നിവേഷ് ആയിരുന്നു. ആൻഡ് അദ്ദേഹത്തിൻ്റെ ലിറിക്സ് തന്നെയാണ്. അപ്പോൾ ഒരു ചെറിയൊരു സ്റ്റോറി ലൈനും കൂടെ വെച്ചിട്ട് നമ്മളൊന്ന് ഷൂട്ട് ചെയ്തു. അപ്പം നമ്മുടെ ഒരു ഓൺ പ്രൊഡക്ഷൻ ആയിരുന്നു, മീമ എന്ന് പറഞ്ഞിട്ട് നമ്മൾ തന്നെ ചെയ്തതാണ്. അപ്പം എൻ്റെ ഒരു ഫാമിലി ഫ്രണ്ടുണ്ട് അരുൺ സുകുമാർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത് നമ്മൾ ചെയ്തൊരു കുഞ്ഞ് വർക്ക്.
ഇപ്പം നിത്യയുടെ നമ്മൾ ഈ പറഞ്ഞ ഹിമമഴയിലാണെങ്കിലും അല്ലെങ്കിൽ വെള്ളരിപ്രാവാണെങ്കിലും അപ്പോൾ തുടക്കത്തിൽ തന്നെ നമുക്ക് നല്ലൊരു ഹിറ്റ്, വളരെ പോപ്പുലർ സോങ് കിട്ടുന്നു, അടുത്തതിന് തന്നെ നമുക്ക് സംസ്ഥാന പുരസ്കാരം ലഭിക്കുന്നു. അപ്പം അങ്ങനെ ഒരു തുടക്കം ലഭിക്കുന്നത് പിന്നീടുള്ള നമ്മുടെ കരിയറിനെ എങ്ങനെയൊക്കെയാണ് ഷെയ്പ്പ് ചെയ്തെടുക്കുന്നതിൽ ബൂസ്റ്റ് ചെയ്യുക? നിത്യ അങ്ങനെ ഒരു വലിയ ഒരു മ്യൂസിക്കൽ ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ നമ്മളുടെ ഏത് ഇൻഡസ്ട്രിയിലാണെങ്കിലും സിനിമ പോലെ ഇൻഡസ്ട്രിയിൽ അങ്ങനെ ഒരുപാട് ഗോഡ് ഫാദേഴ്സ് ഒന്നും ആയിട്ടല്ല വരുന്നത്. ഒരുപാട് കവർ സോങ് ചെയ്ത് വളരെ എഫേർട്ട് എടുത്ത് ട്രാക്കൊക്കെ പാടി അങ്ങനെ തന്നെ വരുന്ന ഒരു സിംഗറാണ്. സോ അങ്ങനത്തെ ഒരു സിംഗർക്ക് ഇങ്ങനത്തെ ഒരു കരിയറിൽ ആദ്യം പാടുന്ന പാട്ടുകൾക്ക് തന്നെ പുരസ്കാരമൊക്കെ ലഭിക്കുമ്പോൾ അത് പിന്നീടുള്ള കരിയറിന് ഒരുപാട് ബൂസ്റ്റ് കിട്ടുമോ? നമ്മുടെ എഫേർട്സ് പിന്നെ മെല്ലെ കുറച്ചൊക്കെ ചെയ്താൽ മതി എന്നുള്ളൊരു അവസ്ഥയിലേക്ക് എത്തിക്കുമോ? എങ്ങനെയാണത്? ഓഫ്കോഴ്സ് നല്ല ഓപ്പർച്യൂണിറ്റീസ് കിട്ടും, പിന്നെ റെക്കഗ്നിഷൻ ആൻഡ് എനിക്ക് തോന്നുന്നു അവാർഡ്സും അങ്ങനെയൊക്കെ പറയുന്നതിനെക്കാട്ടിലും നല്ല മ്യൂസിഷ്യൻസിനൊപ്പം വർക്ക് ചെയ്യാൻ പറ്റി. കാരണം ഫസ്റ്റ് സോങ് തന്നെ കൈലാസ് മേനൻ സർ, സെക്കൻഡ് സോങ് MJ ശ്രീധരൻ സർ. അപ്പോൾ അങ്ങനെ നല്ല ഒരു പൊടി നല്ല മ്യൂസിഷ്യൻസിനൊപ്പം വർക്ക് ചെയ്യാൻ പറ്റാൻ തന്നെയാണ് ഏറ്റവും വലിയ അവാർഡ്. അപ്പോൾ അത് തുടർന്ന് ഇങ്ങനെ ഉണ്ടാവണം എന്ന് മാത്രമേ ഉള്ളൂ. ഭയങ്കര സ്വപ്നം കാണുന്ന ഇപ്പോൾ ചെറുപ്പത്തിൽ നമ്മൾ പ്ലേ ബാക്ക് സിംഗർ ആവണം എന്നൊക്കെ വിചാരിക്കുമ്പോഴേ ഇപ്പോൾ നമ്മുടെ മൈൻഡിൽ ഉണ്ടാവില്ല നമുക്ക് ഇന്ന മ്യൂസിക് ഡയറക്ടറുടെ ഒപ്പം വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഇങ്ങനത്തെ സിനിമകളിൽ പാടണം, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു സ്വപ്നങ്ങൾ ഉണ്ടാവില്ല? അങ്ങനെ കുട്ടിക്കാലത്ത് കണ്ടിട്ടുള്ള എന്തെങ്കിലും വല്ല സ്വപ്നങ്ങളുണ്ടോ? ഓഫ്കോഴ്സ് അതായത് എനിക്ക് ബോളിവുഡ് ആണെങ്കിലും തമിഴാണെങ്കിലും തെലുഗു എല്ലാം എക്സ്പ്ലോർ ചെയ്യണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. ഞാനിപ്പോൾ പാടുന്ന ഒരു മെലഡി ജോണർ അല്ലാണ്ട് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ജോണേഴ്സിൽ എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ വലിയ ആഗ്രഹമുണ്ട്. അപ്പോൾ കാരണം പലപ്പോഴും നമ്മൾ സൈഡ് ലൈൻ ആയിപ്പെടാറുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനത്തെ പാട്ടുകളെ ഒരു പാട്ടുകാരിക്ക് പറ്റുള്ളൂ. ഇപ്പം ചിലപ്പം അങ്ങനെ സൈഡ് ലൈൻ ആവാറ്, പക്ഷെ അത് നമ്മുടെ ഒരു കഴിവും കൂടിയാണ്. ഹൗ വി ഷോ ചെയ്തിട്ട് അതെ നമ്മളെങ്ങനെ കൊണ്ട് അതാണ് മെയിൻ. നമ്മൾ മ്യൂസിക് വീഡിയോസിനും അതൊക്കെയാണ് നമ്മൾ ബ്രേക്ക് ചെയ്യാൻ നോക്കുന്നത്. ആ ഒരു ടാഗ് ലൈൻ മാറ്റാൻ വേണ്ടിയാണ്. അതുകൊണ്ടാണ് ഈ മ്യൂസിക് വീഡിയോസ് ഒക്കെ കൂടുതൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യുന്നത്. ഇപ്പം കിങ് ഓഫ് കൊത്തയിൽ റാപ്പായിരുന്നു, ഒരു റാപ്പാണ് പാടി. മാത്യുവിന് അങ്ങനെ ചെറുപ്പത്തിൽ തന്നെ മ്യൂസിക് 8ാം ക്ലാസ് തൊട്ടുള്ള ആഗ്രഹമാണല്ലോ സിനിമ മ്യൂസിക് ഡയറക്ഷനൊക്കെ. അപ്പം ആ സമയത്ത് ഉണ്ടായിരുന്ന സിനിമകൾ, ഇഷ്ടമുണ്ടായിരുന്ന സിനിമകളൊക്കെ തന്നെയാണോ ഇപ്പോഴും പാർട്ടാവുന്നത്, അല്ലെങ്കിൽ ആ ടൈമിൽ വേറെയൊക്കെ ഓണർ എക്സ്പ്ലോർ ചെയ്യണമെന്നായിരുന്നു? എന്തായിരുന്നു ആ സമയത്തെ സ്വപ്നവും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സിനിമകളും? എനിക്ക് അന്ന് മ്യൂസിക്കൽ പരമായിട്ട് അങ്ങനെ സ്വപ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇങ്ങനെ ജസ്റ്റ് ചെയ്യണം അത്രേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ഞാനൊക്കെ ഇങ്ങനെ ഇവോൾവ് ആയി വന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സ്. ഒന്നാമത് ഞാൻ അങ്ങനെ ഭയങ്കരമായിട്ട് പഠിച്ചിട്ടില്ല, ഈ മ്യൂസിക് ഒന്നും പഠിച്ചിട്ടില്ല. പിന്നെ ഞാൻ ചെയ്ത് പഠിച്ചെന്ന് പറയാൻ വേണമെങ്കിൽ ഇപ്പം എനിക്ക് ഏറ്റവും കൂടുതൽ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളതെന്ന് എനിക്ക് തോന്നുന്നത് ഞാൻ അഡ്വർടൈസ്മെൻറ്റ്സ് ചെയ്തതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണ് അഡ്വർടൈസ്മെന്റ് ജിംഗിൾ ചെയ്യുന്നത്. ഞാൻ എന്തോരം വേണമെങ്കിലും ചെയ്യും. എനിക്ക് ഇപ്പോൾ ഒരു 10 ട്യൂൺ ഉണ്ടാക്കണം എന്ന് പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല. എനിക്ക് ഞാൻ നല്ല ചാലഞ്ചിങ് ആയിട്ടുള്ള കാര്യം കൂടിയാണ്. ഇത്ര ഷോർട്ട് ഡ്യൂറേഷൻ നമ്മുടെ മൈൻഡിൽ നിൽക്കണല്ലോ, അത് ഇങ്ങനെ ആൾക്കാരെ അട്രാക്ട് ചെയ്യണം. അതും നല്ല ചാലഞ്ചാണ്. പക്ഷെ അത് ഭയങ്കര എനിക്ക് ഇഷ്ടമുള്ളൊരു പ്രോസസ്സായിരുന്നു. എനിക്ക് തോന്നുന്നു അതുകൊണ്ട് തന്നെയാണ് തോന്നുന്നു ഈ ചെയ്യാൻ എനിക്ക് പിന്നീട് വരുന്ന. ഇപ്പം എൻ്റെ 2 പെൺകുട്ടികളൊക്കെ നോക്കിക്കഴിയുകയാണെങ്കിൽ ഇത്രയും ചിലപ്പോൾ ഞാൻ ബെറ്ററായി കാണത്തില്ല ഒരു മ്യൂസിഷ്യൻ എന്നുള്ള രീതിയിൽ ഇപ്പോഴും. പിന്നെ വേറൊരു മെയിൻ സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരെന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ ഫാക്ടർ. ഇപ്പോൾ കാതലിലേക്കൊക്കെ വരുമ്പോഴത്തേനും ഇപ്പോൾ സൗണ്ട് ചെയ്ത ടോണിച്ചേട്ടനും അവരൊക്കെ, ഞാൻ ബോംബെ എന്നാണ് വിളിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ ഇനി ചിലപ്പോൾ തെറ്റിപ്പോകും ബോംബെ എന്ന് പറയുന്നത്. അപ്പോൾ ടോണിനെ ബോംബെ ഒക്കെ ഭയങ്കരമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അവരുടെ വർക്ക് അത്ര അടിപൊളി ആയതുകൊണ്ടാണ് ഈ മ്യൂസിക് ഇത്ര മിനിമലായിട്ട് അത് വർക്ക് ആവുന്ന ഒരു കാര്യം. പിന്നെ അതുപോലെ തന്നെ ഈ മ്യൂസിഷ്യൻസ് ഇപ്പം നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഇപ്പം സ്ട്രിങ്സ് ചെയ്ത് ഋതു, അല്ലെങ്കിൽ ഗിറ്റാർ സുമേഷ് ചേട്ടൻ, എല്ലാവരുടെയും ഒരു ഇൻപുട്ടുണ്ട്. നമ്മളിവരെല്ലാവരും തരുന്ന സാധനം മേടിച്ചിട്ട് നമ്മളൊരു സംഭവത്തിലേക്ക് എത്തിക്കുമ്പോഴാണല്ലോ ഇതെല്ലാം ഒരു സംഭവം ഉണ്ടാകുന്നത് എനിക്ക് തോന്നുന്നു. അല്ല ഇത് എനിക്ക് അറിയാവുന്നതിൻ്റെ അത്രയും അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല. ഇപ്പം ജിയോ ബേബിയുടെ ഒപ്പം അല്ലാതെ നമ്മൾ അങ്ങോട്ട് അപ്രോച്ച് ചെയ്തിട്ടുണ്ട് വേറെ ആളുകളുടെ ഒപ്പം ഒക്കെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്? ഇപ്പം നമ്മൾ അഭിനേതാക്കളാണെങ്കിൽ ഓഡിഷൻ കൊടുത്തിട്ടും അങ്ങനെയൊക്കെ നമ്മൾ ഇൻഡസ്ട്രിയിൽ ചാൻസസ് ചോദിക്കുമല്ലോ. ഇപ്പോഴും എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ആളുകൾ ഒരുപാട് പേര് ചാൻസസ് അവർക്ക് ഇഷ്ടമുള്ള ഡയറക്ടേഴ്സിൻ്റെയും സ്ക്രിപ്റ്റ് റൈറ്റേഴ്സിൻ്റെ ഒക്കെ ചോദിക്കാറുണ്ട്. അങ്ങനെ മാത്യു മലയാള ഇൻഡസ്ട്രിയിലോ അല്ലെങ്കിൽ ബാക്കി ഇൻഡസ്ട്രിയിലോ വേറൊരു ഡയറക്ടേഴ്സിന് അല്ലെങ്കിൽ വേറൊരു
ക്രൂവിനെ ഒക്കെ അപ്രോച്ച് ചെയ്യലുണ്ടോ മ്യൂസിക് ചെയ്യാൻ വേണ്ടിയിട്ട്? അങ്ങനെ ഞാൻ ഇതുവരെ ശ്രമിച്ചിട്ടില്ല. ഈവൻ ആഡ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴും അങ്ങനെ നമ്മൾ ചെയ്തിരിക്കുന്ന വർക്ക് വെച്ചിട്ട് ആൾക്കാർ വിളിക്കുമായിരുന്നു. അതായത് ഇപ്പം ഇതാണ് ഞാൻ ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു സ്റ്റോറിയിൽ നമ്മൾ അയച്ചു കൊടുക്കുമായിരുന്നു ചിലർക്കൊക്കെ. ഇപ്പോൾ ചോദിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ റാൻഡം ആയിട്ട് ഇപ്പോൾ മീറ്റ് ചെയ്യുന്ന ഏതെങ്കിലും ഡയറക്ടേഴ്സൊക്കെ ആണെങ്കിൽ അവർക്ക് സ്റ്റോറിയിൽ ചോദിക്കുമ്പോൾ നമ്മൾ സ്റ്റോറിയിൽ അയച്ചു കൊടുക്കും. എന്നിട്ട് അവർക്ക് നമ്മളുമായിട്ട് വർക്ക് ചെയ്യാൻ അവർക്ക് തോന്നുവാണെങ്കിൽ നമ്മൾ ചെയ്യുന്നു. അല്ലാതെ ഇതുവരെ എനിക്ക് ആ കോൺഫിഡൻസ് ഇല്ല വേറെ ആളോട് പോയി ചോദിച്ചിട്ട് ഒരു പണി മേടിച്ച് പിന്നെ അത് ഞാൻ ശരിയായിട്ട് ചെയ്തില്ലെങ്കിൽ. എനിക്ക് തോന്നുന്നത് എൻ്റെ കോൺഫിഡൻസ് കുറവിൻ്റെ ഇതാന്ന് തോന്നുന്നു, അല്ലാതെ വേറെ ഒന്നും കൊണ്ടല്ല. ഇനി ഇതൊക്കെ മാറുമെന്ന് തോന്നുന്നു കുറച്ചുകൂടെ. ലൈക്ക് നമ്മൾ വർക്ക് ചെയ്യുന്ന സിനിമകൾ എത്രമാത്രം പോപ്പുലർ ആവുന്ന അതിനനുസരിച്ചിട്ട് യൂഷ്വലി മ്യൂസിക് ഡയറക്ടേഴ്സിനും ആക്സെപ്റ്റൻസും നോൺ റെക്കഗ്നിഷനും ഒക്കെ എന്തായാലും കിട്ടുമല്ലോ. സോ ഇങ്ങോട്ട് ആളുകൾ വരികയും ചെയ്യായിരിക്കും തോന്നുന്നു. അപ്പം രണ്ടുപേരും ഇത്രയും സമയം മീഡിയ വണ്ണോട് സംസാരിച്ചതിന് ഒരുപാട് നന്ദി. ഒരു പാട്ടും കൂടെ രണ്ടുപേരും ചേർന്ന് പാടിയിട്ട് നമുക്ക് ഇതിൻ്റെ ഒരു അവസാനത്തേക്ക് കിടക്കാം. മഞ്ഞു വീണതറിഞ്ഞില്ല, വെയിൽ വന്നു പോയതറിഞ്ഞില്ല, ഓമനേ നീ വരും നാളും എണ്ണീരുന്നു ഞാൻ. വന്നു നീ വന്നു നിന്നു നീ എൻ്റെ ജന്മസാഫല്യമേ. വന്നു നീ വന്നു നിന്നു നീ എൻ്റെ ജന്മസാഫല്യമേ. ആയിരം കണ്ണുമാ കാത്തിരുന്നു നിന്നെ ഞാൻ. എന്നിൽ നിന്നും പറന്നകന്നോരു പൈങ്കിളി മലർത്തേൻ കിളി, പൈങ്കിളി